മോഡൽ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ വാർഷികാഘോഷമായ യുവം 2024 സംഘടിപ്പിച്ചു. വേദിയിൽ നിസീമ മഹിമ പുരസ്കാര വിതരണവും ഹിമം പദ്ധതി തുക കൈമാറലും കൾച്ചറൽ ഫെസ്റ്റിവൽ ലോഗോ പ്രകാശനവും നടന്നു. ചടങ്ങ് പ്രമുഖ എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. മോഡൽ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സൗഹൃദ മോണ്ടിസോറി പ്രീ പ്രൈമറി അധ്യാപക പരിശീലന കേന്ദ്രമായ കേരള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിന്റെ വാർഷിക ദിനം ആഘോഷിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും 5-6% സാക്ഷരത കുറവാണെങ്കിൽ തന്നെയും അത് വരുന്ന വർഷങ്ങളിൽ അത് 100%ലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയധികം സാക്ഷരത കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഒരു പുരുഷന്മാർക്ക് തുല്യമായിട്ട് സമൂഹത്തിൽ തുല്യതയോടുകൂടിയിട്ട് നിങ്ങൾക്ക് നിലനിൽക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ച് കാലം മുമ്പ് കോവിഡിന് തൊട്ട് മുമ്പ് ബംഗാളിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയുണ്ടായി. ബംഗാളിലെ ഗ്രാമങ്ങളുടെ കാരണമല്ല യാത്ര ചെയ്തത്. ബംഗാളിൽ പോയി ബംഗാളിന്റെ അതിർത്തി ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന വിഭജനത്തിന്റെ മുറിവുകൾ ആത്മാവിലും ശരീരത്തിലും ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു വലിയ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കൂടെ അവരുടെ കൂടെ ഒന്നും ഉറങ്ങിയും തെരുവുകളിൽ നിന്ന് അവരുടെ കൂടെ കുളിച്ചും അവരുടെ ചെറിയ കുടിലുകളിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഞാൻ 15 ദിവസത്തോളം ബംഗാളിൽ യാത്ര ചെയ്യുകയുണ്ടായി. ആ യാത്ര ചെയ്തപ്പോഴാണ് ഞാൻ ഇന്ത്യ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എത്ര പിന്നിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് അറിഞ്ഞ സംഭവമാണ്, അതായത് വായിച്ചറിഞ്ഞൊരു സംഭവമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 30 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ കമ്മ്യൂണിസ്റ്റ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് വഷളാക്കിയ ഒരു സംസ്ഥാനമാണ് ഈ ബംഗാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ഈ ബംഗാളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ ഗ്രാമങ്ങളിലൂടെ പോയപ്പോ ഒരു വീട്ടിൽ പോയപ്പോ അവിടെ 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികൾ 3 ദിവസങ്ങളിലായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. കേരള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ കോഴ്സ് ഡയറക്ടർ ശ്യാമള പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KTTC വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് ദിവസേന ഓരോ രൂപം വീതം ശേഖരിച്ച് സ്വരൂപിച്ച തുക പൈമ്പ്ര GHSSലെ +1 വിദ്യാർത്ഥിനി ദേവാംഗനയുടെ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫാദർ നിഖിൽ ജോൺ ആട്ടുകാരൻ കൈമാറി. വ്യത്യസ്ത മേഖലകളിൽ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുന്ന വനിതകൾക്കായി ഒരുക്കിയ നിസീമ മഹിമ പുരസ്കാര വിതരണോദ്ഘാടനം ചലച്ചിത്ര നാടക താരം KV മഞ്ജുളൻ നിർവഹിച്ചു. മലബാർ കൾച്ചറൽ ഫെസ്റ്റിവൽ ലോഗോ പ്രകാശനം ചെണ്ടവാദ്യ കലാകാരൻ സന്തോഷ് കൈലാസ് നിർവഹിച്ചു. വലിയ സന്തോഷവും ഹര എന്ന നമ്മുടെ ഈ ഫെസ്റ്റിവലിന്റെ പേര് 2022-23 വർഷത്തെ വിദ്യാർത്ഥിനികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം അഭിനേത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. പൗരാവകാശ സംരക്ഷണ വേദി കോഴിക്കോട് പ്രസിഡന്റ് അനിൽകുമാർ പേരാമ്പ്ര മാഗസിൻ പ്രകാശനം നിർവഹിച്ച വേദിയിൽ KTTC കോഴ്സ് കോർഡിനേറ്റർ അനീഷ PP, ACV ന്യൂസ് റീജിയണൽ ന്യൂസ് കോർഡിനേറ്റർ വൈഷ്ണവ് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. നർത്തകി മൻസിയ, ട്രാൻസ്ജെൻഡർ അഭിനേത്രി ദീപ്തി കല്യാണി, മാധ്യമപ്രവർത്തക ഷിത ജഗത്, സാമൂഹ്യ പ്രവർത്തക നർഗീസ് ബീഗം, കായിക താരം സീന ആന്റണി, അവതാരക ഹരിത, യുവ എഴുത്തുകാരി ഹർഷ M ദാസ്, ചെണ്ട കലാകാരി രഹിത കൃഷ്ണദാസ്, യോഗ ചാമ്പ്യൻ അൻവിത നിജു, സൈക്കോളജിക്കൽ കൗൺസിലർ വൈഷ്ണ M, സംരംഭക ശരണ്യ സന്തോഷ് എന്നിവർ ചടങ്ങിൽ നിസീമ മഹിമ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം യുവം 2024 വേദിയിൽ വിവിധ കലാപരിപാടികൾ നടന്നു. ACV ന്യൂസ് കോഴിക്കോട്.